ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്കയുടെ തൊലി എളുപ്പത്തിൽ എങ്ങനെ കളയാം എന്നുള്ളതാണ്. അപ്പോൾ കൂർക്കയുടെ തൊലി നമ്മൾ സാധാരണ കളയുന്നത് ചാക്കിൽ തല്ലിയിട്ടടിക്കുക, അതുപോലെ കൂടയിലിട്ട് ഒരതുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെ വെച്ച് എളുപ്പത്തിൽ എങ്ങനെ കളയാം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് അരക്കിലം കൂർക്കയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക വാങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു കൂർക്ക പറയുന്നത് നമ്മുടെ പൊടിക്കൂർക്കയാണ്. അതാണ് കൂടുതൽ ടേസ്റ്റും കിട്ടുന്നതും. നമ്മുടെ ചെറിയ ചെറിയ കൂർക്കയാണ്. അതിപ്പോൾ നേരാക്കാൻ വലിയ പണിയൊന്നുമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടിക്കൂർക്ക എങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കാം എന്നൊക്കെ നമുക്ക് തോന്നും വാങ്ങുന്ന സമയത്ത്. അതിൻ്റെ ആവശ്യമില്ല. എളുപ്പത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ കൂർക്കനെ ഞാൻ ആദ്യം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്ത മണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇളകി വന്ന ശേഷം ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. ആ മണ്ണ് കളയാൻ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ഞാൻ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ടിൽ ഫുള്ളാക്കരുത്. എനിക്ക് അരക്കിലായതുകൊണ്ട് അതിൻ്റെ പകുതി വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ 1 കിലോ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കല്ലുപ്പ് കുറച്ചധികം തന്നെ ഇടുക. ഇപ്പോൾ ഞാൻ കല്ലുപ്പ് ഒരു ചെറിയൊരു കണ്ടല്ലോ, നിങ്ങളൊരു കരണ്ടി കണ്ടല്ലോ, അതിൽ ഒരു 1.5 ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുലുക്കി ഒരു 2-3 മിനിറ്റ് കുലിക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവ് ആകും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മുടെ കൂർക്കൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് കാണാം കേട്ടോ. ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വെക്കാം. ഇനി നന്നായി വൃത്തിയായി ഒന്ന് കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വൃത്തിയായി കഴുകിയതിന് ശേഷമാണ്. അപ്പോൾ ഈ ഇടയിലൊക്കെ അല്ലേ നമ്മുടെ എന്താ പറയുക, ഈ കുഴിഞ്ഞ ഭാഗങ്ങളൊക്കെ അല്ലേ, അവിടെ എന്തായാലും നമ്മൾ കത്തിയിട്ട് തന്നെ ഒന്ന് റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ. തൊലിയൊക്കെ അല്ലാണ്ട് നമ്മൾ തല്ലിയാലും പോവില്ല, അതുപോലെ കുലിക്കിയാലും ഈ ചളുങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പോവില്ല. അത് നമുക്ക് എന്തായാലും കത്തിയും കൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കേണ്ടി വരും. അതും അതിൻ്റെ ആരൊക്കെ ഉണ്ടല്ലോ അത് കത്തി വെച്ച് വൃത്തിയാക്കേണ്ടി വരും. എന്നാലും എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.